നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു മിക്സി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് പരിശോധിക്കുകയാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് പരിശോധിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റ് അല്ല, ഇതിൻ്റെ ഓവർലോഡ് സ്വിച്ച്, അതായത് കട്ട് ഓഫ് സ്വിച്ച്, അതെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച്, ഈ ഒരു സ്വിച്ച് ഓഫായി കിടക്കുകയായിരുന്നു. അത് എത്ര നോക്കിയിട്ടും ഓൺ ആവുന്നില്ല. അപ്പോൾ ആ ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പ്രധാനമായും ഈ ഒരു LOP സ്വിച്ച് അല്ലെങ്കിൽ ഓവർലോഡ് സ്വിച്ച് കട്ട് ഓഫ് ആകുന്നത് അതിന് പ്രധാനമായും ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതിയിൽ വരുന്ന നമ്മുടെ ലൈനിൽ കറണ്ടിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, അതുപോലെ തന്നെ ഓവർലോഡ് വൈദ്യുതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം, നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയിൽ വരുന്ന വ്യത്യാസം കാരണം ഈ ഒരു സ്വിച്ച് കട്ട് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അതിനെക്കാട്ടിയൊക്കെ ഓവറായിട്ട് വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഓവർലോഡ് സ്വിച്ച് ഓഫ് ആകുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതറിയാതെ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു അതിൻ്റെ കാരണങ്ങൾ അറിയാതെ നമ്മൾ വീണ്ടും ഓൺ ചെയ്ത് ഉപയോഗിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അടിക്കടി ഇങ്ങനെ കട്ട് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുക തന്നെ വേണം. നിങ്ങൾ ഈ കാണുന്നത്, ആ വീഡിയോയിൽ കാണുന്നത് സ്വിച്ച് ചേഞ്ച് ചെയ്യുന്ന രീതിയാണ്. ഈ കട്ട് ഓഫ് സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന വയർ അതിനെ കൂട്ടി യോജിപ്പിച്ചാൽ കട്ട് ഓഫ് സ്വിച്ച്, ആ ഒരു കേബിൾ കൂട്ടി യോജിപ്പിച്ചാൽ മിക്സി വർക്ക് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ നമുക്കിത് കട്ട് ഓഫ് സ്വിച്ചിൻ്റെ പ്രശ്നമാണോ എന്ന് ചെക്ക് ചെയ്യാം. അതും അതുപോലെ തന്നെ മൾട്ടിമീറ്റർ വെച്ചും നമുക്ക് കട്ട് ഓഫ് സ്വിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നത് സിമ്പിളാണ്, വെരി സിമ്പിളാണ്. പുതിയൊരു 30 രൂപ ഇട്ടിട്ട് ഓൺലൈനിൽ മറ്റാണ് 200 രൂപയുടെ വരെയൊക്കെ കട്ട് ഓഫ് സ്വിച്ചുകളുണ്ടാവും. മാറ്റി നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ആ രണ്ട് പിന്നെ അത് കട്ട് ഓഫിൻ്റെ 2 കേബിൾ കണക്ട് ചെയ്യുന്ന പിന്നെ അത് യോജിപ്പിച്ച് കൊടുത്താലും സംഭവം ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിങ്ങനെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറയുന്നത്. നമ്മൾ വീണ്ടും ഇത് ഓൺ ചെയ്ത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത്തെ കാരണം, മിക്സി സാധാരണ സ്വാഭാവികമായും വരുന്നതാണ്. മിക്സി കപ്പാസിറ്റിയിലും അധികം നമ്മൾ ജാറിൽ ലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്കൊരു ലോഡുണ്ട്. ആ ലോഡിൽ അധികമായിട്ട് നമ്മൾ ജാറിൽ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് മിക്സി ഓൺ ചെയ്യുകയാണെങ്കിൽ ലോഡ് കൂടിയത് കാരണം ഈ ഒരു മിക്സിയുടെ കപ്പാസിറ്റി, ഈ മിക്സിയുടെ സ്വിച്ച് ഓഫ് ആവും, കട്ട് ഓഫ് ആവും. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ആ ജാറിലെ ലോഡ് നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഒരു അര ജാറിൻ്റെ ഹാഫോളം സാധനം എടുക്കുക, അങ്ങനെ ലോഡ് കുറയ്ക്കുക. അതാണ് സ്മൂത്തായിട്ട് റണ്ണാനുള്ള ഏറ്റവും നല്ലൊരു അളവ് എന്ന് പറയുന്നത്. ഒരു അരപ്പാത്രം, ആ ജാറിൻ്റെ അരപ്പാത്രമാണ് ഏറ്റവും നല്ലത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു അരപ്പാത്രം തൊഴിലെടുത്ത് കുറച്ചിട്ട്, ആ ജാറിൻ്റെ ലെവൽ കുറച്ചിട്ട്, ആ ഓവർ ലോഡുള്ളത് കുറച്ചിട്ട് വീണ്ടും ഓൺ ചെയ്താൽ വീണ്ടും മിക്സി വർക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ മോട്ടറിലെ വൈൻഡിങ് തകരാറ് കാരണം ഇത് സംഭവിക്കാറുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് പോലെ കാണാം മിക്സി വർക്ക് ചെയ്യുമ്പം. അപ്പോൾ വൈൻഡിങ് തകരാറ് മൂലം, അതേപോലെ ഇതിൻ്റെ ഈ മിക്സിക്കുള്ളിലെ ബുഷും ഷാഫ്റ്റും തമ്മിൽ ടൈറ്റായിട്ട് മോട്ടർ കറങ്ങാതെ വരുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിലവിൽ ജാറിൽ ലോഡ് ഇല്ലെങ്കിലും ഈ ഒരു കട്ട് ഓഫ് സംഭവിക്കാറുണ്ട്, കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ആവാറുണ്ട്. അപ്പോൾ LOP ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച് എന്ത് ചെയ്യും, കട്ട് ഓഫ് ആവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും എന്നാൽ ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ആ ഒരു മോട്ടർ സർവീസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ചിലരുണ്ട് ഈ കട്ട് ഓഫ് സ്വിച്ച് കംപ്ലയിൻ്റ് ആയാൽ ഇതിൻ്റെ കട്ട് ഓഫ് സ്വിച്ച് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യും. അതായത് കട്ട് ഓഫ് സ്വിച്ച് ഒഴിവാക്കിയിട്ട് കട്ട് ഓഫ് സ്വിച്ചിലേക്ക് വരുന്ന ഇന്നും ഔട്ടും, കട്ട് ഓഫ് സ്വിച്ചിലേക്ക് ഇന്നും ഔട്ടും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. ആ ഇന്നും ഔട്ടും ഡയറക്റ്റ് സ്വിച്ച് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് യോജിപ്പിച്ചതിന് ശേഷം ചുറ്റിയിട്ട് മിക്സി വർക്ക് ചെയ്യിപ്പിക്കാറ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഭാവിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോവാനും ആർമേച്ചർ കംപ്ലയിൻ്റ് ആവാനൊക്കെ വളരെ ചാൻസ് അധികമാണ്. അപ്പോൾ നമ്മൾ ഒരു 30 രൂപയുടെ കേസല്ലേ ഉള്ളൂ, ഒരു കട്ട് ഓഫ് സ്വിച്ച് വാങ്ങി മാറ്റി തന്നെ വെക്കുക. അടിക്കടി കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈൻഡിങ് കംപ്ലയിൻ്റ് ആണോ മറ്റുള്ളതൊക്കെ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഈ ഒരു തരികിട പരിപാടിയിലൂടെ നിങ്ങളുടെ മുതൽ നഷ്ടപ്പെട്ടു പോകണം. ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 900-ന് മുകളിൽ ഒരു 1300 രൂപയൊക്കെ വില വരുന്നതും 1500 വില വരുന്നതൊക്കെ മോട്ടറുകളാണ് നിലവിൽ അതിനകത്തുള്ളത്. അപ്പോൾ അത്രയും എമൗണ്ട് പിന്നെ സർവീസ് ചാർജ് കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അതിലേക്ക് നിൽക്കരുത്. തരികിട പരിപാടികൾ നമ്മൾ പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു. ഈ കട്ട് ഓഫ് സ്വിച്ച് മാറ്റിയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. സർവീസ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് മിക്സി റൺ ചെയ്യാനൊക്കെ കാണാൻ സാധിക്കും. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും എത്താം. ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.